നമ്മുടെ അടുത്ത സ്ലൈഡ് ടൈപ്പ് കൺവേർഷൻ ആണ്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്നും മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറിൽ നിന്ന് ഫ്ലോട്ടിലേക്കോ അല്ലെങ്കിൽ ഫ്ലോട്ടിൽ നിന്ന് ഇൻറ്റിജറിലേക്കോ ഡാറ്റ ടൈപ്പ് മാറുന്നതിനാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരമുണ്ട്. ഒന്ന് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ, മറ്റേത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ മറ്റൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കായി ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് സാധാരണഗതിയിൽ ലോവർ ടൈപ്പിൽ നിന്ന് ഹയർ ടൈപ്പിലേക്ക് ഡാറ്റയെ മാറ്റുന്നു. അതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിളിലേക്ക് 8.9 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യുകയാണെങ്കിൽ കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ട് 8.9നെ 8ലേക്ക് മാറ്റുന്നു. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ യൂസർ തന്നെ നിർബന്ധപൂർവം ഇൻറ്റൻഷനലി അതിൻ്റെ ഡാറ്റ ടൈപ്പിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൻ്റെ അകത്ത് 10/3 എന്ന് പറഞ്ഞാൽ 10ഉം 3യും ഇൻറ്റിജറാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സാധാരണഗതിയിൽ കാൽക്കുലേറ്റർ നമ്മൾ കാണുമ്പോൾ 3.3333 എന്നാണ് വരുന്നത്. എങ്കിൽ പോലും ഇത് രണ്ടും ഇൻറ്റിജർ ആയതുകൊണ്ട് 10ഉം 3യും ഇൻറ്റിജർ ആയതുകൊണ്ട് C++ൽ ഇതിൻ്റെ റിസൾട്ട് 3 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 0.3333 എന്നുള്ള ഫ്രാക്ഷണൽ പാർട്ട് ദശാംശ ഭാഗം ഒഴിവാക്കിയിട്ടായിരിക്കും വരിക. പക്ഷേ നമുക്കതിനെ വേണമെങ്കിൽ മുഴുവൻ ഈ ആൻസറും കിട്ടത്തക്ക രീതിയിൽ 3.3333 എന്നുള്ളത് കിട്ടത്തക്ക രീതിയിൽ 10/3നെ ഡിവൈഡ് ചെയ്ത് അതിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഇത് യൂസർ നിർബന്ധപൂർവ്വം കൊടുക്കേണ്ടതാണ് എന്നുള്ള പ്രത്യേകം ഓർക്കുക. കമ്പൈലറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്നതല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് 10/3നെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ റിസൾട്ടിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് റീഡ് ചെയ്യപ്പെടേണ്ടത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിലേക്കും കൂടി ആയിരിക്കണം എന്നുള്ള പ്രത്യേകം ഓർക്കുക. ഓക്കെ, നമ്മൾ ഓപ്പറേറ്റേഴ്സിൽ പിന്നീട് കാണുന്ന ഓപ്പറേറ്റേഴ്സാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ, ഇതാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. Cin Cout എന്നുള്ളത് ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെയും ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെയും ഒപ്പം ചേർക്കുന്ന പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റുകളാണ് എന്നുള്ളത് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻപുട്ട് കീബോർഡ് വഴി എടുക്കാനും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഔട്ട്പുട്ട് ടെർമിനലായിട്ടുള്ള മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഈ പേര് വരാൻ കാര്യം കീബോർഡിൽ ടൈപ്പ് ചെയ്തതിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്ത് കീബോർഡ് വഴി ഗെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻപുട്ട് ഓപ്പറേറ്ററിന് ഈ ഒരു പേര് വരാനുള്ള കാര്യം. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻസേർഷൻ ഓർ പുട്ട് ടു ഓപ്പറേറ്റർ. ഇത് വരാൻ കാര്യം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ മോണിറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുട്ട് ടു ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് ഈ ഒരു പേര് വരാനുള്ള കാര്യം. ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും, അതായത് ഇൻപുട്ട് ഓപ്പറേറ്ററും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും ബൈനറി ഓപ്പറേറ്റർ കാറ്റഗറിയിൽ പെടുന്നതാണ്. കാരണം ഓപ്പറാൻഡ്സ് രണ്ടെണ്ണം ഉണ്ടായിരിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്തുണ്ടായിരിക്കും? ഓരോ ഓപ്പറാൻഡ്സ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. Cin ഇൻപുട്ട് ഓപ്പറേറ്റർ എയും Cinഉം ഓപ്പറാൻഡ്സ് ആണ്. ഇത് ഇൻപുട്ട് ഓപ്പറേറ്ററാണ്. അതേമാതിരി Coutഉം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. Cinഉം Coutഉം അതിനോടൊപ്പം ഉപയോഗിക്കുന്നത് മാത്രമാണ് എന്നുള്ള പ്രത്യേകം ഓർക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ഓപ്പറേറ്റേഴ്സാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഈക്വൽ ടു ഓപ്പറേറ്റർ. അതിൻ്റെ പേര് പറഞ്ഞു, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഈക്വൽ ടു ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നുള്ള സിംഗിൾ ഈക്വൽ സിമ്പൽ, അത് നമുക്കറിയാം വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്.
അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്ന വാല്യൂ എ എന്ന് പറയുന്ന നോർമലി അത് വേരിയബിൾ ആയിരിക്കും എയിലേക്ക് അസൈൻ ചെയ്യുന്നു. എ ഡബിൾ ഈക്വൽസ് 10 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 10 എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം എയിലെ വാല്യൂ 10 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. എയുടെ വാല്യൂ 10 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഇത് എയിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. നോർമലി ഈ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഇത് വരുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എ ഡബിൾ ഈക്വൽ ടു 10 എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. കാരണം എയിലുള്ളത് 10 ആണ്. അപ്പോൾ സിംഗിൾ ഈക്വൽ എന്നുള്ളത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഈക്വൽ ടു ഓപ്പറേറ്റർ ഡബിൾ ഈക്വൽസ് വാല്യൂ സെയിം ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എ ഡബിൾ ഈക്വൽസ് 10 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 10 ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ റിസൾട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ എന്ന് പറഞ്ഞാൽ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യുന്നു. അടുത്ത ഓപ്പറേറ്റേഴ്സ് നമുക്ക് കാണാനുള്ളത് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് സിമ്പലാണ്. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 മൈനസ് സിമ്പലാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ വാല്യൂ 1 കൂട്ടുന്നു. വേരിയബിളിനോടൊപ്പം ആണെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ 1 കൂട്ടുന്നു. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ വാല്യൂ 1 കുറയ്ക്കുന്നു. വേരിയബിളിനോടൊപ്പം ആണെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ 1 കുറയ്ക്കുകയാണ് ചെയ്യുക. ഇതിൽ തന്നെ പ്രീഫിക്സും പോസ്റ്റ് ഫിക്സും ഉണ്ട് എന്നുള്ള ഓർത്ത് വെക്കുക. പ്രീഫിക്സ് ഉണ്ട്, പോസ്റ്റ് ഫിക്സ് ഉണ്ട്. പ്രീഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് പ്രീഫിക്സ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. പ്രീഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് പ്രീഫിക്സ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീഫിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമേ ചേഞ്ച് ചെയ്യുന്നു പിന്നെ യൂസ് ചെയ്യുന്നു എന്നുള്ള മെത്തേഡാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ആദ്യമേ ചേഞ്ച് ചെയ്യുന്നു പിന്നീട് ഉപയോഗിക്കുന്നു. ആദ്യമേ മാറ്റം വരുത്തുന്നു പിന്നീട് ഉപയോഗിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി അത് വിശദമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. എ ഈസ് ഈക്വൽ ടു പ്ലസ് പ്ലസ് ബി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, എ ഈസ് ഈക്വൽ ടു പ്ലസ് പ്ലസ് ബി എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യമേ തന്നെ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. ബിയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണോ അതിലേക്ക് 1 കൂട്ടുന്നു. അതിനുശേഷം ബിയുടെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യുന്നു. ചുരുക്കത്തിൽ ബിയുടെ വാല്യൂ 1 കൂട്ടിയതിന് ശേഷം ആ കൂട്ടിയ വാല്യൂ ആണ് എയിലേക്ക് അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിയുടെ വാല്യൂ 1 കൂട്ടി എന്നുള്ളതാണ് ഇവിടെ ചേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ബിയുടെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് യൂസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഓർക്കുക. അവിടെയും ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാല്യൂ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം യൂസ് ചെയ്യുന്നു, വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ഇതിൻ്റെ വകഭേദമാണ് പോസ്റ്റ് ഫിക്സ്. അത് ഇൻക്രിമെൻറ്റിനുമുണ്ട് ഡിക്രിമെൻറ്റിനുമുണ്ട്. പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് പോസ്റ്റ് ഫിക്സ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇത് ആദ്യമേ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യല്ല ചെയ്യുന്നത്. ആദ്യമേ യൂസ് ചെയ്യുന്നു, അതിനുശേഷം ചേഞ്ച് ചെയ്യുന്നു. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ ഇപ്പോൾ എന്താണോ അത് എയിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ബിയുടെ വാല്യൂ 1 കൂട്ടുന്നു. അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ കാര്യം. ഇവിടെ ബിയുടെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യുന്നു അഥവാ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ബിയുടെ വാല്യൂ 1 കൂട്ടുന്നു അഥവാ ചേഞ്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത് നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ എക്സിക്യൂഷനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് C++ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. നോർമൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ എഴുതി കൊടുത്തത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, രണ്ടാമത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അവസാനത്തെ ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു ഓർഡറാണ് നോർമൽ എക്സിക്യൂഷൻ. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് രണ്ടും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വിഭാഗത്തിൽ പെടുന്നതാണ്.
ഇവിടെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പൊതു ഘടന എന്ന് പറയുന്നത് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അതുതന്നെയാണ് ഇറ്ററേഷനിലും വരുന്നത്. എങ്കിൽ പോലും ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ നിർബന്ധമായും ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് 3 തരം ഉണ്ട്. ഈഫ് എൽസ്, സ്വിച്ച്. എന്നിങ്ങനെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് 3 ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിലോരോന്നിനെ പറ്റിയും നമ്മൾ കാണുന്നു. ആദ്യമേ ഈഫ്, അതിനോടൊപ്പം തന്നെ എൽസ്, സാമ്പിൾ പ്രോഗ്രാമാണ് കാണുന്നത്. ഇവിടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറൊക്കെ, ഹെഡർ ഫയൽ സെക്ഷനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അത് ഓർമ്മിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഇവിടെ നമുക്ക് റിലവൻ്റ് ആയിട്ട് വരുന്ന ഭാഗം, ഈഫിനോട് ബന്ധപ്പെട്ട് റിലവൻ്റ് ആയിട്ട് വരുന്ന ഭാഗം ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈഫ് ആർ ഈക്വൽ ടു 0, നമുക്കറിയാം ഡബിൾ ഈക്വൽസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആറിലെ വാല്യൂ 0 ആണെങ്കിൽ മാത്രമേ നമ്പർ ഈസ് ഈവൺ എന്ന് പ്രിൻറ്റ് ചെയ്യുള്ളൂ. കാരണം സി ഔട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് എന്താണോ അത് പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈഫിൻ്റെ സാമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ഭാഗം മാത്രം എഴുതിയാൽ മതി. ഈഫ് ആർ ഏത് കണ്ടീഷൻ വേണമെങ്കിലും കൊടുക്കാം. വാലിഡ് ആയിട്ടുള്ള ഒരു ട്രൂ അല്ലെങ്കിൽ ഫാൾസ് റിസൾട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഏത് കണ്ടീഷനും നിങ്ങൾക്ക് അതിൻ്റെ കണ്ടീഷണൽ എക്സ്പ്രഷനായിട്ട് ഈഫിനുള്ളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് ആറിൻ്റെ വാല്യൂ 0 ആണോ, ആണെങ്കിൽ അത് ട്രൂ ആണ്, അല്ലെങ്കിൽ അത് ഫാൾസ് ആണ് എന്നുള്ള ഓർക്കുക. ഈഫിലാണെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം, സിമ്പിൾ ഈഫ് മാത്രമേ ഉള്ളെങ്കിൽ ഈ ഭാഗം മാത്രം വർക്ക് ചെയ്യുന്നു. ഇനി എൽസിൻ്റെയും കൂടെ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ വേണ്ടി പറ്റും. ആറിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ, ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ ട്രൂ പാർട്ട് വർക്ക് ചെയ്യുന്നു. ആറിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ ഈ ഫാൾസ് പാർട്ട് അഥവാ എൽസ് പാർട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ എന്താണോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്തിരിക്കുന്നത് എൽസ് പാർട്ടിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഇത് പ്രകാരം നമ്പർ എന്നുള്ള നമ്പർ ഓഡാണ് എന്നുള്ള രീതിയിൽ നമ്പർ ഓഡാണ് എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ്. അതിൻ്റെ സാമ്പിൾ പ്രോഗ്രാമിന് ഇവിടെ തന്നിട്ടുണ്ട്. സ്വിച്ചും ഈഫും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, സ്വിച്ച് ഒരു ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് തൊട്ട് മുമ്പിലത്തെ സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അറിയാം, ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നു, 0 അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ 2 പോസിബിലിറ്റി ഉള്ളൂ. ആറിൻ്റെ വാല്യൂ 0 ആണോ അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ 0 അല്ലേ, ഈ 2 പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. നേരെ മറിച്ച് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് അത്രയും പോസിബിലിറ്റീസ് അല്ല ഉള്ളത്, അതിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാര്യം. ഇവിടെ 1 തൊട്ട് 7 വരെയുള്ളത് ഓരോരോ ബ്രാഞ്ചുകളാണ് അഥവാ ഓരോരോ കേസുകളാണ്. ഇതിലേത് വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും, കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിനനുസരിച്ച്. അപ്പോൾ അവിടെ 2 പോസിബിലിറ്റീസ് അല്ല വരുന്നത്, അതിൽ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. തീർച്ചയായിട്ടും ഈഫിൻ്റെ എൽസിൻ്റെ ഒപ്പം വീണ്ടും ഈഫ് കൊടുത്ത് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അത് സിമ്പിളായിട്ട് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്വിച്ചിൻ്റെ ഭാഗം വരുന്നത് ഈ യെല്ലോ കളറിൽ, മഞ്ഞ കളറിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡിജിറ്റിലെ വാല്യൂ എന്താണോ അതിനനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഡിജിറ്റിൻ്റെ വാല്യൂ 1, 2, 3, 4, 5, 6, 7 ഇതിലേത് വേണമെങ്കിലും വരാം. അല്ല എങ്കിൽ ഡിഫാൾട്ട് കേസ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിജിറ്റിലെ വാല്യൂ എന്നുള്ളത് ഇവിടെ ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിജിറ്റ് എന്നുള്ളതിനെ ഇൻറ്റിജർ വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കൊടുക്കുന്ന നമ്പർ 1 തൊട്ട് 7 വരെ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഡിഫാൾട്ട് കേസ് അല്ലെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഓരോ കേസിൻ്റെയും അവസാനം നമ്മൾ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം 1 എക്സിക്യൂട്ട് ചെയ്താൽ 2ലേക്ക് പോകാൻ പാടില്ല. പിന്നെ ഈ സ്വിച്ച് ബ്ലോക്കിന് പുറത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഓരോ കേസിലും നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ബ്ലോക്കിലേക്ക് പോകും, വീണ്ടും അടുത്ത ബ്ലോക്കിലേക്ക് പോകും.
അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലോജിക്ക് ഇതായതുകൊണ്ട്, ഈ പ്രോഗ്രാമിൽ ഇതായതുകൊണ്ട് ഓരോ കേസിലും ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ വഴി ഒരു ലൈനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ള ഓർത്ത് വെക്കുക. കേസ് 1 എന്നുള്ളതിന് ശേഷം ഫുൾ കോളൻ ആണ് കൊടുത്തിരിക്കുന്നത്, സെമിക്കോളൻ അല്ല കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കുന്നതാണ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിങ്ങിനോട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു എൻട്രി കൺട്രോൾ ലൂപ്പ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ആ തരത്തിൽപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓർത്ത് വെക്കുക. ഇവിടെ ഫോർ ലൂപ്പിനോട് ബന്ധപ്പെട്ടുള്ള ഹെഡർ സെക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഫോർ ലൂപ്പിനോട് ബന്ധപ്പെട്ട കാര്യം മാത്രം, ആ ഒരു കോഡ് ഫ്രാഗ്മെൻറ്റ്, ആ ഒരു ഭാഗം മാത്രം ഇവിടെ തന്നിരിക്കുന്നു. ഫോർ ഇൻറ്റ് i = 1 ഒരു സെമിക്കോളനാണ്, i <= 10 സെമിക്കോളനാണ്, i++. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഫോറിനുള്ളിൽ i എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. വീണ്ടും ഐയുടെ വാല്യൂ 10 ആവുന്നിടം വരെ ലൂപ്പ് ട്രൂ ആണ്. ഐയുടെ വാല്യൂ 11 ആകുമ്പോഴാണ് ലൂപ്പ് ഫാൾസ് ആകുന്നത്, അല്ലെങ്കിൽ കണ്ടീഷൻ ഫാൾസ് ആകുന്നത്. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ലൂപ്പ് ബോഡി എന്ന് പറയുന്ന ഫോറിന് ശേഷം കൊടുത്തിട്ടുള്ള ഈ ബ്ലോക്കാണ്, ഈ പറയുന്ന കേർലി ബ്രേസസ് ആണ് ഫോർ ലൂപ്പിൻ്റെ ബോഡി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഉദ്ദേശിക്കുന്നത് 1 മുതൽ 10 വരെ സംഖ്യകൾ ഓരോ പുതിയ ലൈനിലുമായിട്ട്, അതായത് ലൈൻ ബൈ ലൈനായിട്ട് താഴെയായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു കോഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം ഇതാണ്. ഒന്നാമത് i എന്ന് പറയുന്ന വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 1 ആയി. വീണ്ടും ചെയ്യുന്നത് ഐയുടെ വാല്യൂ 10നേക്കാളും ചെറുതാണോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുന്നു. ട്രൂ ആണെങ്കിൽ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരുന്നു, ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം കേഴ്സർ ഒരു പുതിയ ലൈനിൽ വന്നിട്ട് ബ്ലിങ്ക് ചെയ്യുന്നു, അടുത്ത ലൈനിൽ വന്നിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നു. അതിനുശേഷം ഐയുടെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ i++ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1-ൽ നിന്ന് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതായത് ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. ട്രൂ ആണെങ്കിൽ വീണ്ടും അത് പ്രിൻറ്റ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ കൂടുന്നു. ട്രൂ ആണെങ്കിൽ വീണ്ടും പ്രിൻറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ ഐയുടെ വാല്യൂ 11 ആകുമ്പോൾ ലൂപ്പിന് പുറത്തേക്ക് കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓർക്കേണ്ട കാര്യം, i = 1 എന്നുള്ള ഇനിഷ്യലൈസേഷൻ ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. i <= 10 എന്നുള്ളത് കണ്ടീഷൻ ഫാൾസ് ആകുന്നിടം വരെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഐയുടെ വാല്യൂ ഓരോ സമയത്തും ഓരോന്നോരോന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. രണ്ടാമത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ ലൂപ്പ്. ഇതും എൻട്രി കൺട്രോളാണ്. എന്ന് പറഞ്ഞാൽ ലൂപ്പിനുള്ളിലേക്ക് കയറണമെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം എന്നുള്ള പ്രത്യേകം ഓർത്ത് വെക്കുക. ഇവിടെ വൈൽ ലൂപ്പിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഫോർ ലൂപ്പിലെ പോലെ ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ ഈ വൈൽ ലൂപ്പ് വരുന്നതിന് മുന്നേ ഇനിഷ്യലൈസ് ചെയ്യണം. വൈലിനുള്ളിൽ കണ്ടീഷൻ ചെക്കിങ് മാത്രമേ നടക്കുന്നുള്ളൂ. വൈൽ ലൂപ്പിനുള്ളിൽ, ബോഡിക്കുള്ളിൽ ആണ് ഐയുടെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഐയുടെ വാല്യൂ കൂട്ടുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത്. ഇവിടെ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഓർത്ത് വെക്കുക. ഇവിടെ ഐയുടെ വാല്യൂ ആദ്യമേ 2 ആണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഐയുടെ വാല്യൂ 2 കൂട്ടുന്നു, i = i+2. ഐയുടെ വാല്യൂ 2+2, ഐയുടെ വാല്യൂ 4 ആയിട്ട് മാറുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ ഒരു ഓർഡറിലാണ് വർക്ക് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് 2, 4, 6, 8, 10 എന്ന് കിട്ടും. കാരണം ഐയുടെ വാല്യൂ 2 വെച്ചിട്ടാണ് കൂട്ടുന്നത്. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10-ന് ശേഷം 12 ആവുന്നു. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആകുന്നതുകൊണ്ട് കൺട്രോൾ വൈൽ ലൂപ്പിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നീട് വരുന്ന ഒരു ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ഇത് ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമായിട്ട് ഈ ഡു വൈൽ ലൂപ്പിന് ഒരു വ്യത്യാസമുണ്ട്. ഇതിന് പറയുന്ന പേര് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ്. ചുരുക്കത്തിൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് നമുക്ക് ഒരെണ്ണമേ C++ലെ സിലബസിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. അത് ഡു വൈൽ ലൂപ്പാണ് എന്നുള്ള ഓർത്ത് വെക്കുക. മറ്റേ രണ്ടും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ പ്രത്യേകത, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലൂപ്പ് ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ചുരുക്കത്തിൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ തന്നെ
ലൂപ്പ് ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ ലൂപ്പിൽ ഒരു തവണ എക്സിക്യൂഷൻ നടക്കും എന്നുള്ള കാര്യം ഗ്യാരണ്ടി ആണ് എന്നുള്ളതാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കുക. a = 100 എന്ന് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡു എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ലൂപ്പ് ബോഡി ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നുണ്ട് എന്നുള്ള ഓർക്കുക. കേർലി ബ്രേസസിൻ്റെ ബ്ലോക്ക് ഇവിടം മുതൽ ഇവിടം വരെയുണ്ട്. എയുടെ വാല്യൂ 100 ഇനിഷ്യലൈസ് ചെയ്തു. എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. എയുടെ വാല്യൂ 10 ആയിട്ട് കുറച്ചു. എയുടെ വാല്യൂ 100 ആണ്. 100ൽ നിന്ന് 10 കുറച്ചാൽ 90 ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് എയുടെ വാല്യൂ 0യേക്കാളും വലുതാണെങ്കിൽ ഇത് ട്രൂ ആണ് എന്നുള്ളതാണ്. അപ്പം എയുടെ വാല്യൂ ആദ്യമേ 100 ആണ്, പിന്നെ 90 പിന്നെ 80 പിന്നെ 70 അങ്ങനെ അവസാനം എയുടെ വാല്യൂ -10 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കണ്ടീഷൻ ഫാൾസ് ആവും. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കും. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ആ രീതിയിൽ കിട്ടും. 100, 90, 80, 70. 0 ആകുമ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്. എ > എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് 0യും കൂടെ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം -10 ആകുമ്പോൾ ലൂപ്പിൽ നിന്നും എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഒരു തവണ മിനിമം ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇത് ടെർണറി ഓപ്പറേറ്റർ ആണ്. അതായത് 3 ഓപ്പറാൻഡ്സ് ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാർക്കും കോളനും ആണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3 ഓപ്പറാൻഡ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുക. C = A > B (100, 50) എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ 3 ഓപ്പറാൻഡ് ഉണ്ട്. എയും ബിയും സിയും ഉണ്ട്. അതുകൊണ്ട് ടെർണറി ഓപ്പറേറ്റർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് വർക്ക് ചെയ്യുന്നത് എയുടെ വാല്യൂ ബിയേക്കാളും വലുതാണെങ്കിൽ സിയിലേക്ക് 100 അസൈൻ ചെയ്യും, അല്ലെങ്കിൽ സിയിലേക്ക് 50 അസൈൻ ചെയ്യും. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എയുടെ വാല്യൂ ബിയേക്കാളും വലുതാണെങ്കിൽ സിയിലേക്ക് 100 അസൈൻ ചെയ്യും, അല്ലെങ്കിൽ സിയിലേക്ക് 50 അസൈൻ ചെയ്യും. ആ തരത്തിൽ ഉപയോഗിക്കുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എ ബിയേക്കാളും വലുതാണെങ്കിൽ സിയുടെ വാല്യൂ 100 ആവും, അല്ലെങ്കിൽ സിയുടെ വാല്യൂ 50 ആവും. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അഥവാ ടെർണറി ഓപ്പറേറ്റർ. 3 ഓപ്പറാൻഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്.